ഞാനിവിടെ അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന വാളാ ഇത് ഞങ്ങളെ എറണാകുളത്തുള്ള ഒരു അപ്പാണ്. എന്താ ഇവിടെ പരിപാടികള്? എന്താ ജോലി? ഞാനൊരു ബിസിനസിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാ. അപ്പൊ പ്രൊജക്ട് തീരുന്നവരെ ഇവിടെ ഉണ്ടാവും. ഒറ്റക്കാണോ അല്ലേ ഫാമിലി ഉണ്ടോ കൂടെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. പിന്നെ കുടുംബമൊക്കെ എറണാകുളത്താ. കുടിക്കാൻ അയ്യോ ഒന്നും വേണ്ട, ഒന്നും ഞാൻ ഇപ്പൊ കുടിച്ചിട്ടാ. ഇതാരാ? എന്റെ ഉമ്മ. എനിക്ക് എന്റെ അച്ഛമ്മന്റെ മാതിരി തോന്നുന്നു. ഉമ്മ, എനിക്ക് കണ്ടിട്ട് നിന്റെ അച്ഛമ്മന്റെ മാതിരി തോന്നി, അതാ. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് എങ്ങനത്തെ ഒരു ഉമ്മനും കിട്ടി, നല്ലൊരു അയൽവാസികളും കിട്ടി. ഞാൻ പോയിട്ട് എന്താ വാങ്ങിട്ടൊക്കെ വരാം. ശരി, കാണാട്ടോ ഉമ്മ. ശരി, ഞാൻ ഉമ്മനെ കാണാനാ. ഉമ്മ, ഇത് എന്റെ ഉമ്മക്ക് ഒരു സന്തോഷത്തിനല്ലേ. എന്താ ചെയ്യല്ലേ, ചെറുപ്പകാലത്ത് നിങ്ങള് അല്ലേ. ഉമ്മാ, ഉമ്മാ നല്ല സുന്ദരി ആയിക്കണല്ലോ. എന്തൊക്കെയാ? മോനുമ്മക്ക് ഭയങ്കര സന്തോഷാണ്. എന്താ അറിയാ, അടുത്ത താമസക്കാര് വന്നതിന് ശേഷം കൈ വേദനയും കാല് വേദനയും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ല മൂപ്പർക്ക്. ഇപ്പൊ ഒന്നും പറയലില്ല. മൂത്തോൻ എന്താ പറയണത്? മൂത്തോന് മോനെ നമുക്ക് പുതിയൊരു അയൽവാസി വന്നിക്കണ്. ഇപ്പൊ അവര് ഭയങ്കര കമ്പനി. എന്താ അറിയില്ല, ഓരോ സാധനങ്ങൾ വാങ്ങണേ, ഓരോ തിന്നണേ, പിടിക്കണേ, നല്ല എന്ത് ഭയങ്കര ഹാപ്പി. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഇത്. ഇവിടുത്തെ പ്രൊജക്ട് കഴിഞ്ഞു. നിങ്ങളെയൊക്കെ സാറിനെ കൊണ്ട് പ്രൊജക്ട് വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ തീർന്നു. ഞാനിന്ന് വീട് മാറി പോവുക. ഇനിയിപ്പോ അടുത്ത പ്രൊജക്ട് തിരുവനന്തപുരത്താ. നമുക്ക് പിന്നെ എപ്പോഴും കാണാം കേട്ടോ. നന്നായി വരട്ടെ. ശരി ഉമ്മ, അപ്പൊ എന്നാ പിന്നെ കാണാം. ശരി ശരി, എല്ലാത്തിനും നന്ദി കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ ബാങ്കിൽ പോയിട്ട് നസീമ, നീ തന്ന പണ്ടങ്ങളൊക്കെ മുക്ക് പണ്ടാണല്ലോ ഉമ്മൻ്റെതൊക്കെ. എന്താ പറ്റിയത്? ഉമ്മാന്റെ വളമൊക്കെ ഒറിജിനൽ ആണല്ലോ, പിന്നെ ഇങ്ങനെ അങ്ങനെ വരിക? പുതിയ അയൽവാസി നമുക്ക് പണി തന്നു നസീമ. ഉമ്മന്റെ വള അടിച്ച് മാറ്റിലായിരുന്നല്ലേ അവന്റെ പ്രൊജക്ട്. എന്നാലും എന്റെ പഹയ, നീ നമ്മളെയും പറ്റിച്ച് പോയല്ലോ. അടാ, ആ പ്രൊജക്ട് ഒക്കെ ഗംഭീരായി. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ കാണിച്ചത് വീട് വേഗം വാടകയ്ക്ക് എടുക്ക്. അടുത്തവർക്ക് നമുക്ക് അവിടെ ആക്കാം. പഠിച്ചോ സഹായിച്ചിട്ട് പെട്ടെന്ന് തീരുവാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ. ആയിക്കോട്ടെ, ശരി ശരി.